ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിപ്പോൾ ഇതൊരു വീഡിയോ ചെയ്യുന്നത്, എനിക്കൊരു ചാനലുണ്ടായിരുന്നു. അതിൽ നമ്മൾ മോണിറ്റൈസേഷൻ ആവില്ല. കാരണം എന്താ വെച്ചാൽ, ഞാനൊരു 500 സബ്സ്ക്രൈബർ വരെയൊക്കെ നമ്മൾ സ്വന്തമായിട്ടുള്ള വീഡിയോസൊക്കെ തന്നെയാണ് ഇട്ടിട്ട് പോയിരിക്കുന്നത്. പക്ഷെ 500-ന് ശേഷം നമ്മളത് റീമിക്സ് ചെയ്തിട്ട് കുറേ ഇതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ഷോർട്ട് വീഡിയോസൊക്കെ എടുത്തായിരുന്നു. ഷോർട്ട് വീഡിയോസൊക്കെ എടുത്തപ്പോൾ നല്ലോണം സബ്സ്ക്രൈബർ എല്ലാം കൂടി. മനസ്സിലായില്ലേ? സബ്സ്ക്രൈബറും വ്യൂസും വാച്ച് അവറൊക്കെ നല്ലോണം കൂടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു 5000 അടുപ്പിച്ചായി. അതുപോലെ വാച്ച് അവർ ആണെങ്കിലും ഒരു 8000 അത്രയെല്ലാം ആയി. പക്ഷേ പിന്നെയാണ് മനസ്സിലാക്കിയത്, നമ്മളത് റീമിക്സ്ഡ് ഷോട്ടൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ കടമെടുത്തിട്ട് ഇടുമ്പോൾ നമുക്ക് യൂട്യൂബ് മോണിറ്റൈസേഷൻ തരില്ല. അത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. അപ്പം അതുകൊണ്ട് നിങ്ങളിനിയിപ്പോൾ പുതിയ ചാനലുകാർ തുടങ്ങിയവരാണെങ്കിലും പിന്നെ അത് അങ്ങനെയുള്ള ഇതൊന്നും ചെയ്യരുത്. സ്വന്തം കണ്ടൻ്റായിട്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതായിരിക്കും ഏറ്റവും കൂടുതലായിട്ടും ഷോർട്ട് ഇടുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബൊക്കെ പെട്ടെന്ന് കൂടും. പക്ഷെ എന്നിരുന്നാലും നല്ല നല്ല വീഡിയോസ് കുറച്ച് ഒരു 4 മിനിറ്റ് 5 മിനിറ്റൊക്കെ ആയിട്ട് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലാവും. അതിൻ്റെ വാച്ച് അവറൊക്കെ നല്ല രീതിയിലാവും. ഞാൻ സംസാരിക്കുന്നത് ആദ്യമായിട്ടൊക്കെയാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് ഫോണിൽ വലിയ വീഡിയോസൊന്നും അങ്ങനെ ഇടാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ പുതിയ ചാനൽ ഇതിൽ കുറച്ചായിട്ടുള്ളൂ. ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ ഞാൻ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ കുറച്ച് വീഡിയോസ് ഫുഡിൻ്റെയൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ സ്വന്തം കണ്ടൻറ്റിൽ അങ്ങ് ചെയ്യണം. അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. നമുക്ക് വാച്ച് അവറും സബ്സ്ക്രൈബറും കൂടിയിട്ട് കാര്യമില്ല. നമുക്ക് റവന്യൂ കിട്ടാനുള്ള ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ഈ തെറ്റുകൾ ചെയ്യരുത്. കാരണം നമ്മൾ റീമിക്സ് ചെയ്തിട്ട് ഷോർട്ട് ഇടാൻ ശ്രമിക്കരുത്. നമ്മൾ സ്വന്തം കണ്ടൻറ്റായിട്ട് പരമാവധി ചെയ്യുക. അഥവാ റീമിക്സ് ഇടുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഫേസും നമ്മുടെ ഇതുമായിരിക്കണം നമ്മൾക്ക് വീഡിയോസിലും കൂടുതലായിട്ട് കാണേണ്ടത്. മനസ്സിലായില്ലേ? നമ്മൾ ആഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി ഇടുന്നുണ്ട്. വീഡിയോസ് റീമിക്സ് ചെയ്യുന്നത് ഇപ്പോൾ കുറേ വരുന്നുണ്ടല്ലോ. നമുക്ക് യൂട്യൂബ് അതിൻ്റെ തരുന്നുണ്ട്, 15 സെക്കൻഡ് ഇടാനായിട്ട് തരുന്നുണ്ട്. അപ്പോൾ നല്ല നമ്മൾ ഫണ്ണി കോമഡിയൊക്കെ ആയിട്ട് ഇടുമ്പോൾ നമുക്ക് നല്ല വ്യൂസും കയറും, സബ്സ്ക്രൈബർ കയറും, വാച്ച് അവറെല്ലാം നല്ലോണം പെട്ടെന്ന് കയറും. മാക്സിമം ഒരു മാസത്തിനകത്ത് തന്നെ എല്ലാം നന്നായിട്ട് കയറും. പക്ഷെ നമുക്ക് അതിന് റവന്യൂ കിട്ടില്ല. നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം എൻ്റെ അനുഭവമാണ്. നമുക്ക് ഓൾറെഡി ഒരു മിസ്റ്റേക്ക് പറ്റി. അതുപോലെ നിങ്ങൾക്കും അത് പറ്റാതിരിക്കട്ടെ. ഞാൻ എൻ്റെ ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഇട്ട് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പം ഞാനത് പറഞ്ഞത് കറക്റ്റാണെങ്കിൽ അത് നിങ്ങളത് വേറെ ഷെയർ ചെയ്യുക. കാരണം ഇനിയും പുതിയ യൂട്യൂബേഴ്സിനത് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റാതെ നോക്കുക. അപ്പം ഇപ്പോൾ എൻ്റെ ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരാഴ്ച ആയിട്ടുള്ളൂ ചാനൽ തുടങ്ങിയിട്ട്. നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. എനിക്ക് എൻ്റെ രീതിയിലുള്ള വീഡിയോസൊക്കെ നമുക്ക് പരമാവധി നമ്മൾ അപ്ലോഡ് ചെയ്യാം. പിന്നെ നമ്മൾ വീഡിയോസൊക്കെ പുതിയ യൂട്യൂബേഴ്സിനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. പുതിയ ചാനൽ ഇപ്പോൾ എല്ലാവരും ഒരുപാട് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തുടങ്ങിയ ഒരാളാണ് ഞാനും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പരമാവധി നമ്മുടെ കണ്ടൻറ്റ് മാത്രമായിട്ട് എടുത്തിടാൻ ശ്രമിക്കുക. അതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യുക. എനിക്കും സബ്സ്ക്രൈബറൊക്കെ വളരെ കുറച്ചായിട്ടുള്ളൂ. പക്ഷെ നമ്മളത് മാക്സിമം ഒരു ദിവസം ഒരു 1-2 വീഡിയോ എങ്കിലും ഇട്ടിട്ടങ്ങ് പോകുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു തെറ്റായിരിക്കും പറ്റാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഒരു സ്വന്തം അനുഭവം ഞാൻ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ തംബ്നെയിൽ തന്നെ കാണും എൻ്റെ പഴയ യൂട്യൂബിൻ്റെ ആ ഒരു പ്രൊഫൈലും ഞാൻ അതിട്ടിട്ടുണ്ട്. എനിക്കതിൽ ഏകദേശം ഒരു 4000 ഇത് സബ്സ്ക്രൈബറായി. വാച്ച് അവറും ഒരു 8000 അടുപ്പിച്ച് വാച്ച് അവറെല്ലാം അതും ആയിട്ടുണ്ട്. പക്ഷേ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളും ഈ തെറ്റ് ആവർത്തിക്കരുത് പ്ലീസ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് മറ്റുള്ളവർക്ക് എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.